ബാംഗ്ലൂരിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. മലയാളി യുവാവ് ബാംഗ്ലൂരിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച സുഹൃത്തുക്കളും ബന്ധുക്കളും മസ്തിഷ്ക മരണം സംഭവിച്ച ലിബിൻ ബേബിയുടെ ആന്തരിക അവയവങ്ങൾ 8 ജീവനങ്ങൾക്ക് പുതുജീവൻ നൽകും. ലിബിൻ ബേബിയുടെ മരണത്തിന് ശേഷം സുഹൃത്തായ കാഞ്ഞിരപ്പള്ളി സ്വദേശി എബിൻ ബേബി ഒളിവിൽ പോയെന്നും ആരോപണം. അവന് സംഭവിച്ചത് അവർ പറഞ്ഞതുപോലെ ഒരു ബാത്റൂമിൽ വീണുള്ള ഒരു നോർമൽ ആക്സിഡൻ്റ് അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കും ഡോക്ടേഴ്സിന് 100% ഉറപ്പുണ്ട്. ഡോക്ടേഴ്സ് എല്ലാം ലീഗലി നമ്മൾ എങ്ങനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ അമ്മയ്ക്ക് പണം അയച്ചു നൽകിയ ലിബിൻ ബേബിക്ക് ആ രാത്രിയിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുകയായിരുന്ന ലിബിന് ബാത്റൂമിൽ വീണ് പരിക്കേറ്റുവെന്നാണ് സുഹൃത്തുക്കൾ വീട്ടുകാരെ അറിയിച്ചത്. ബന്ധുക്കളെത്തുമ്പോൾ ബാംഗ്ലൂരുവിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ലിബിൻ. മസ്തിഷ്ക മരണം സംഭവിക്കാൻ തക്കവിധം തലയിൽ ആഘാതമേറ്റുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബാംഗ്ലൂരു ഹംബഗൌഡി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കൂടെ താമസിക്കുന്ന 2 പേർക്കിടയിൽ ഉണ്ടായ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ലിബിന് തലയ്ക്ക് മർദ്ദനമേറ്റതെന്ന് സുഹൃത്തുക്കൾ. 2 പേരിലുള്ള റൂമിലെ ഒരു വിഷയത്തിൽ ഈ നമ്മുടെ ലിബിൻ എന്ന് പറയുന്ന വ്യക്തി കയറി ഇടപെട്ടു. അതിൻ്റെ ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടായി എന്നാണ്. ആരും തിരിഞ്ഞു നോക്കാതെ 3-4 മണിക്കൂർ റൂമിൽ തന്നെ കിടന്നു. അതാ മരണകാരണം എന്നാണ് ആശുപത്രി നമുക്ക് തിരക്കാൻ പറ്റിയപ്പം അറിയാൻ പറ്റിയത്. 1 മണിക്കൂർ മുമ്പേ കൊണ്ടുവരുമായിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെട്ടാൻ. ലിബിനെ ആദ്യം എത്തിച്ചത് ബാംഗ്ലൂരുവിലെ കാവേരി ആശുപത്രിയിലായിരുന്നു. ആരോഗ്യനില വഷളായതോടെ നിംഹാൻസ് ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി 12 എൻ്റെ ഫോണിലേക്ക് ഇവൻ വിളിക്കുന്നുണ്ട്. അച്ചാച്ചി എവിടെ വരെ ആയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞ അവനെ എനിക്കറിയത്ത സ്ഥലം അറിയത്തില്ല എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം എല്ലാം ഹാപ്പി ആൾ. ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ പറഞ്ഞ കൂട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ലിബിന്റെ മരണത്തെ തുടർന്ന് ഒളിവിൽ പോയ കാഞ്ഞിരപ്പള്ളി സ്വദേശി എബിൻ ബേബി അടക്കം 3 പേർ ചേർന്നാണ് ലിബിനെ ആശുപത്രിയിലാക്കിയത്. തുടർന്ന് എബിൻ ബേബി ആശുപത്രിയിൽ നിന്നും കടന്നു കളഞ്ഞുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ലിബിന്റെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്തത്. ലിബിൻ ബേബിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആ മരണത്തിലെ ദുരൂഹതകൾ നീക്കുവാൻ നമ്മുടെ അധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ക്യാമറമാൻ VS രാഹുലിനും സാരഥി അമലിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.